ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി ഇന്ന് പകലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിന് നന്ദി പറയാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഥാ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ നാമം ശ്രേഷ്ഠമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിലേക്ക് വരുന്നവർക്ക് ദൈവം വച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ അനുഗ്രഹിക്കുന്ന മറ്റേത് ദൈവത്തെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റും? ബൈബിളിൻ്റെ ചരിത്രമെടുത്താൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ വിളിച്ചിറക്കി, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ, ഹല്ലേലൂയ, ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പോ എന്തെങ്കിലും രീതിയിലൊരു സ്കെച്ച് കൊടുത്തില്ല. പക്ഷെ അവൻ ആ ശബ്ദം കേട്ടു, ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചവൻ്റെ മേൽ, ഹല്ലേലൂയ, ഈ കാലത്തും യേശു കർത്താവ് നമ്മളെ വന്ന് വിളിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഈജിപ്ത്, ഫറവോൻ്റെ ഒരു, ഹല്ലേലൂയ, സാത്താൻ്റെ എന്താണ് പറയുന്നത്, ഈ ലോകത്തിൽ അതുപോലെ അഴുക്കാണ്, അതുപോലെ അശുദ്ധിയാണ്. ഈ അശുദ്ധിയിൽ നിന്നുമാണ് യേശു കർത്താവ് നമ്മളെ പൊക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നീ തീരുമാനിക്കണം, എനിക്ക് ഈ പാപജീവിതത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ പോക്കിൽ നിന്നും നേരെ ചൊവ്വെ ജീവിക്കണം, യേശുവിനോട് ചേർന്ന് നടക്കണം. തീരുമാനം എപ്പോഴും വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, എന്നെ കൈക്കൊണ്ട് എൻ്റെ നാമത്തിൽ എന്നോട് അടുത്തു വരുന്നവരെല്ലാവരെയും എൻ്റെ മകനായി തീരുവാൻ, എൻ്റെ മകളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം അങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകളായി, ദൈവമകനായി തീരുവാൻ ദൈവം അവിടെ നിന്ന് അധികാരം കൊടുക്കുകയാണ്. ഈ അധികാരം നിനക്കും അവകാശപ്പെട്ടതാണ്. കാരണം യേശു കർത്താവ് ഒരു ക്രിസ്ത്യാനിയുടെ ദൈവനല്ല, ലോകത്തെ മുഴുവൻ മാനവരാശിക്കും വേണ്ടിയും സ്വർഗത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നവനാണ്. എന്തിനു വേണ്ടി? അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ചേർന്നൊന്ന് പാടാമോ? നീ എന്നെ അനുഗ്രഹിച്ചു,